മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ ഇതാ മറ്റൊരു മതസമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപകനും ലോകമെമ്പാടുമുള്ള അടിമസന്തതികൾക്ക് വെളിപ്പെട്ട ദൈവവുമായ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ 148ാമത് ജന്മദിന മഹോത്സവം ആദിയർ ദേശീയോത്സവമായി സഭയുടെ ആസ്ഥാനമായ ഇരവുപേരൂർ ശ്രീകുമാർ നഗറിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. 2026 ഫെബ്രുവരി 13 മുതൽ 19 വരെ ഇരവുപേരൂരുള്ള ശ്രീകുമാർ നഗറിൽ വെച്ചാണ് ഈ ഒരു മഹാസമ്മേളനം നടക്കുന്നത്. കൊടിയേറ്റ്, ദീപാരാധന, പൊയ്ക പ്രദക്ഷിണം, എട്ടുകര സംഗമം, യുവജന പ്രതിനിധി സമ്മേളനം, മതസമ്മേളനം, ഭക്തിഘോഷയാത്ര, പൊതുസമ്മേളനം, ജന്മം തൊഴൽ ദീപാർച്ചന, ആത്മീയ യോഗങ്ങൾ, ജന്മദിന സമ്മേളനം, മഹിളാ സമ്മേളനം, വിദ്യാർത്ഥി യുവജന സമ്മേളനം, വിവിധ കലാപരിപാടികൾ എന്നിവയോടെയാണ് ആഘോഷിക്കപ്പെടുന്നത്. വിവിധ സമ്മേളനങ്ങളിലായി മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MPമാർ, MLAമാർ, മത, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ നായകന്മാർ എന്നിവർ പങ്കെടുക്കും. മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച, അതായത് മലയാള വർഷം 1201 ആണ്ട് കുംഭം 1-ന് 9 മണിക്ക് കൊടിയേറ്റും, 3 മണിക്ക് എട്ടുകര സംഗമവും 8:30-ന് എട്ടുകര സമ്മേളനവും നടത്തപ്പെടുന്നു. തുടർന്ന് രാത്രി 11:30-ന് സംഗീത കച്ചേരി, രാത്രി 1:30 മുതൽ വിവിധ കലാപരിപാടികൾ ആചാര്യ കലാക്ഷേത്രവും എട്ടുകര ശാഖകളും ചേർന്ന് നടത്തപ്പെടുന്നു. രണ്ടാം ദിവസമായ ഫെബ്രുവരി മാസം 14, 1201 ആണ്ട് കുംഭം 2-ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സെമിനാർ, അതുപോലെ തന്നെ വൈകുന്നേരം 8 മണിക്ക് യുവജന സംഘം പ്രതിനിധി സമ്മേളനം. ശേഷം രാത്രി 11 മണിക്ക് ഗോൾഡൻ വോയിസ് കോട്ടയം അവതരിപ്പിക്കുന്ന ഗാനമേള, രാത്രി 1:30-ന് ആചാര്യ കലാക്ഷേത്രവും വിവിധ ശാഖകളും നടത്തുന്ന വിവിധ കലാപരിപാടികൾ. മൂന്നാം ദിവസമായ ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ച 1201 ആണ്ട് കുംഭം 3, 8 മണിക്ക് മതസമ്മേളനം. ശേഷം രാത്രി 11 മണിക്ക് കാതിക പ്രതിഭ, കാതിക രത്ന കലാശ്രീ വിനോദ് ചമ്പക്കർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, കുഞ്ചൻ നമ്പ്യാർ എന്ന കഥയെ ആവിഷ്കരിച്ച് കഥാപ്രസംഗം. 1:30-ന് ആചാര്യ കലാക്ഷേത്രവും വിവിധ ശാഖകളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. നാലാം ദിവസമായ ഫെബ്രുവരി 16 കുംഭം 4-ന് 9:30 കുമാരദാസ സംഘം പ്രത്യേക യോഗവും ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രത്യേക യോഗവും. ഉച്ച കഴിഞ്ഞ് 3:30-ന് നെല്ലാട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഭക്തിനിർഭരമായ ഭക്തി ഘോഷയാത്ര. 5:30-ന് ഭക്തി ഘോഷയാത്ര സ്വീകരിക്കുന്നു. 6 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ. മുഖ്യപ്രഭാഷണം ശ്രീമതി വീണ ജോർജ്, ബഹുമാനപ്പെട്ട ആരോഗ്യ, വനിതാ, ശിശുക്ഷേമ വികസന വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ രമേശ് ചെന്നിത്തല MLA, മാത്യു ടി തോമസ് MLA, അതുപോലെ തന്നെ രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറി CPIM, അങ്ങനെ വിവിധ സാമൂഹിക, സാംസ്കാരിക, മത നേതാക്കൾ പങ്കെടുക്കുന്ന ഈയൊരു പൊതു സമ്മേളനം. രാത്രി 10 മണിക്ക് സംഗീത കച്ചേരി. ശ്രീ സംഗീത് വിജയൻ, സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ സംഗീത് വിജയൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 12:30-ന് ആചാര്യ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ദൃശ്യകലാ നിറക്കൂട്ട് 2026 തന്മയം എന്ന നിറക്കൂട്ട്. 3:30-ന് വിവിധ കലാപരിപാടികൾ. 5-ാം ദിവസമായ ഫെബ്രുവരി 17 കുംഭം 5-ന് രാവിലെ 5:30-ന് ജന്മം തൊഴൽ, 5:50-ന് സംഗീത ആരാധന നടക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ജന്മദിന സമ്മേളനം. വൈകുന്നേരം 4:30-ന് മഹിളാ സമ്മേളനം. തുടർന്ന് 7:30-ന് വിദ്യാർത്ഥി യുവജനക്ഷേമ സമ്മേളനം. അതുപോലെ തന്നെ രാത്രി 2 മണിക്ക് കായംകുളം സർഗഭാവന അവതരിപ്പിക്കുന്ന ചൂളം എന്ന നാടകം. 6-ാം ദിവസമായ ഫെബ്രുവരി 18 കുംഭം 6-ന് രാവിലെ വിശുദ്ധ സന്നിധാനങ്ങളിൽ ദീപാരാധന, തുടർന്ന് രാത്രി 8 മണിക്ക് കലാപരിപാടികൾ. 7-ാം ദിവസമായ ഫെബ്രുവരി 19 കുംഭം 7-ന്
വൈകുന്നേരം 5 മണിക്ക് കൊടിയിറക്ക് എന്നിങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ 148ാമത് ജന്മദിന മഹോത്സവമാണ് ഇരവേറൂർ ശ്രീകുമാർ നഗറിൽ ഫെബ്രുവരി മാസം 13 മുതൽ 19 വരെ നടക്കുന്നത്. 1201 ആണ്ട് കുംഭം 1 മുതൽ 7 വരെ നടക്കുന്ന ഈയൊരു സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും.